ദൈവത്തിൻ്റെ ത്രിയേക നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം ഉൽപ്പത്തി പുസ്തകം 47 മുതൽ 49 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 48 അധ്യായം 3-4 വാക്യങ്ങൾ. യാക്കോബ് യോസെഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ദൈവത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കുന്ന നന്മകളും കൃപകളും അനുഭവങ്ങളുമാണ് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. തിരുവചനത്തിൽ പിതാക്കന്മാർ ആത്മാർത്ഥതയോടെയും വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും കൂടി ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. ഇന്നത്തെ വായനാഭാഗത്തും അത്തരത്തിൽ പകരപ്പെടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മിസ്രയീമിലെത്തിയ യാക്കോബ് ഫറവോ രാജാവിനെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, യാക്കോബ് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അനുഗ്രഹിക്കുന്നതായി ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വേദപുസ്തകത്തിലെ ഈ സംഭവങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെ സാധ്യമാകും എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, വിശ്വാസമാണ് അനുഗ്രഹത്തിൻ്റെ ആരംഭം. ഒരു പിതാവിന് തൻ്റെ മക്കളിലേക്ക് അഥവാ തലമുറകളിലേക്ക് കൈമാറുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വിശ്വാസം എന്നത്. ദൈവത്തിലും ദൈവിക വഴികളിലുമുള്ള വിശ്വാസവും സമർപ്പണവും ആണ് അത്. ഇവയേക്കാൾ വിലപിടിപ്പുള്ളതോ ആഴമായതോ ആയ പൈതൃക സ്വത്ത് മറ്റൊന്നും തന്നെയില്ല. അതിനാൽ നമ്മുടെ മാതാപിതാക്കളുടെ കാലടികൾ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും പിന്തുടരുക എന്നതാണ് നമുക്ക് അനുഗ്രഹങ്ങൾ സാധ്യമാകുവാനുള്ള വഴികൾ. ഇവ നമ്മുടെ ജീവിതം കൊണ്ടും അവസാനിച്ചു പോകുവാനായിട്ട് പാടില്ല. പിന്നെയോ അത് നമ്മുടെ തലമുറകളിലേക്ക് നമ്മിലൂടെ പകരപ്പെടണം. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് നേർച്ച നേരുകയും ദൈവിക സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതിനാൽ യാക്കോബിൻ്റെ തുടർന്നുള്ള യാത്രയെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾ മാത്രമല്ല, പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവയെ അതിജീവിക്കുവാനും അതിലൂടെ ദൈവിക അനുഗ്രഹത്തിൻ്റെ സാധ്യതകളാകുവാനും യാക്കോബിന് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, സാക്ഷ്യമാണ് അനുഗ്രഹത്തെ നിലനിർത്തുന്നത്. പിതാക്കന്മാരിലൂടെയുള്ള അനുഗ്രഹങ്ങൾ തലമുറകളായി ദൈവം കൈമാറ്റം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതവും സാക്ഷ്യമുള്ളതായിരിക്കണം. മാത്രമല്ല, മുതിർന്നവരും മാതാപിതാക്കളും നമ്മെ അനുഗ്രഹിക്കണമെങ്കിലും നാം വ്യത്യസ്തരായി നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. ഇവിടെ മിസ്രയീമിലേക്ക് വന്ന യാക്കോബ് ആദ്യം ഫറവോ രാജാവിനെ അനുഗ്രഹിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 7 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും അവർ അർഹിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇത്തരത്തിൽ തലമുറകൾക്ക് അനുഗ്രഹം ലഭ്യമാകണമെങ്കിൽ നമ്മെ നടത്തുന്ന ദൈവത്തോട് നന്ദി പറയുകയും നമ്മുടെ സാക്ഷ്യത്തെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. മാത്രമല്ല, അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത് അതിന് അനുയോജ്യം ആയവർക്കാണ്. അത് ഇശ്മായേലിന് പകരം ദൈവം ഇസഹാക്കിന് നൽകുന്നു. ഏശാവിന് പകരം അത് യാക്കോബിലേക്ക് പകരുന്നു. രൂബേന് പകരം അത് യോസെഫിലേക്ക് പകരുന്നു. അങ്ങനെ തൻ്റെ മഹത്വമേറിയ പ്രവർത്തനങ്ങൾക്കായി ഇവരെയൊക്കെയും തിരഞ്ഞെടുക്കുന്നു. പ്രിയമുള്ളവരെ, കുടുംബത്തിൻ്റെ മേന്മയോ നമ്മുടെ സ്ഥാനമോ മഹിമയോ ഒന്നും നോക്കിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ വിശുദ്ധി, നമ്മുടെ സാക്ഷി ജീവിതം എന്നിവ നോക്കിയാണ്. അങ്ങനെയെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ നൽകുവാനായി ദൈവം എന്നെ നോക്കിയാൽ, ദൈവം നമ്മെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഗുണങ്ങൾ കാണുവാനായിട്ട് സാധിക്കുമോ? തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ, സമർപ്പണത്തിലൂടെ, സാക്ഷി ജീവിതത്തിലൂടെ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്കും ഞങ്ങളുടെ തലമുറകളിലേക്കും പകരപ്പെടുകയും അതിലുപരി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ.